ഹലോ, അസ്സലാമലൈക്കും. എന്നത്തേയും പോലെ ഇന്നും രാവിലെ ദേ കിച്ചണിൽ വന്നിട്ടുണ്ടേ. വന്ന ഉടനെ കട്ടൻ നട്ടി വെച്ചിട്ട് ഇന്നലത്തെ ഒരു പഴംപൊരി ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് കടിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ മൈദ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മൈദ വാങ്ങുമ്പോൾ എപ്പോഴും ഒന്ന് അരിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കാറാണ് പതിവ്. പുറത്ത് അധികം ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അതിൽ വണ്ട് കയറും. എന്നിട്ട് അതിൽ പുഴു വരാറുണ്ട്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ എപ്പോഴും ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ഒരു കുപ്പിയിൽ ആക്കി ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് പതിവ്. അങ്ങനെ ആകുമ്പോൾ അതെന്തായാലും 2, 3 ദിവസം അധികം ഇരുന്നാലും ഒന്നും സംഭവിക്കില്ല കേട്ടോ. മോന് കുറച്ച് ചോറ് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് അത് ഞാൻ ഒന്ന് വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇതെന്താണെന്നല്ലേ, ഇത് കുറച്ച് ചക്കക്കുരുവാണ് കേട്ടോ. ഇന്നലെ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക ഇന്നലെ കറി വെച്ചു. ഇത് ചക്കക്കുരുവാണ് കേട്ടോ. നല്ല പച്ച ചക്കക്കുരു. അപ്പോൾ ഇന്നലെയും ഞാൻ കരുതി ഇത് തോരൻ വെക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ ബ്രൗൺ തൊലിയൊന്നും കളയാതെ, ഒരുപാട് ഗുണമുള്ളതാണ് കേട്ടോ ഈ ബ്രൗൺ തൊലി. അത് കളയാതെ അതിന് പുറമേയുള്ള ആ ഒരു തൊലി മാത്രം കളഞ്ഞിട്ട് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കുറച്ച് റെഡിയാക്കിയപ്പോൾ പിന്നെ എനിക്ക് ഇടയ്ക്ക് വേറെന്തോ പണി ചെയ്യണമെന്ന് കരുതി ഞാനതങ്ങ് മാറ്റി വെച്ചു. അപ്പോഴേക്കും എൻ്റെ കട്ടൻ റെഡിയായപ്പോൾ ഞാൻ കട്ടനും ആ പഴംപൊരിയും കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കുകയാണ് കേട്ടോ. കാരണം വിശക്കുന്നുണ്ട്. വിശക്കുന്നത് മാത്രമല്ല, ഇങ്ങനെയൊരു പഴംപൊരി ഇവിടെ ഇരിക്കുമ്പോൾ എന്തായാലും അത് കഴിക്കാമെന്ന് കരുതി അങ്ങനെ കഴിക്കുകയാണ്. സമയം ലേറ്റ് ആകുമെന്ന് പറഞ്ഞാൽ അതെന്തായാലും കേടായി പോകില്ല. ഇന്നലെ ഈവനിങ്ങിൽ ഉണ്ടാക്കിയതാണേ. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊന്ന് കുഴച്ച് വയ്ക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ പാത്രമൊന്നും കണ്ടില്ല. പെട്ടെന്ന് കുക്കറിലോട്ട് തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചു. അതിൽ ചെറിയതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഞാൻ അതൊന്ന് റെഡിയാക്കി എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി മാവൊന്ന് കുഴച്ച് റെഡിയാക്കി വെച്ചാൽ ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ അതൊന്ന് പരത്തി എടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ചപ്പാത്തി ബോൾസ് റെഡിയാക്കി മാറ്റി വെച്ചു. 7 ചപ്പാത്തിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് മാറ്റി വെച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു സ്റ്റീൽ റൂൾ കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ. 2, 3 ദിവസം വിചാരിക്കുന്നു പുതിയത് എടുക്കണമെന്ന്. കാരണം ഈ സ്റ്റീൽ റൂൾ അധികം ദിവസം ഉപയോഗിക്കരുത് കേട്ടോ. ഞാനിങ്ങനെ എടുത്ത് ഇന്ന് കളയാം നാളെ കളയാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്നുള്ള ചെറിയ കഷ്ണങ്ങൾ നമ്മുടെ ഫുഡിലൊക്കെ വരാറുണ്ട് കേട്ടോ. മോൻ ഇന്നലെയും കൂടി പറഞ്ഞു ചോറിൽ നിന്ന് ഒരെണ്ണം കിട്ടിയെന്നൊക്കെ. അങ്ങനെ ഞാനിന്ന് ഓർത്തിട്ട് പെട്ടെന്നൊന്ന് മാറ്റിയതാണ്. അപ്പോൾ ഞാൻ എന്നിട്ട് അവന് വേണ്ടിയിട്ടുള്ള ചോറൊന്ന് റെഡിയാക്കുകയാണ്. അവന് സാധാരണ ഞാൻ ആ ഒരു ബിരിയാണി റൈസ് ഇട്ട് ചെറുതായിട്ടൊന്ന് കുറച്ചൊരു 1/2 ഗ്ലാസ് അരി ഒന്ന് വേവിച്ചെടുത്താണ് ചോറിന് കൊടുത്തേക്കാറുള്ളത്. അതാകുമ്പോൾ അവനത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ മിക്കവാറും തിരികെ കൊണ്ടുവരാറാണുള്ളത്. അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഓർക്കുകയാണെങ്കിൽ ഇച്ചിരി നമ്മുടെ ചിക്കൻ മസാല കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിനൊരു പ്രത്യേകിച്ചൊരു കളർ കിട്ടും, ഒരു ടേസ്റ്റും ഒക്കെ കിട്ടും. വെറുതെ ഇങ്ങനെ വൈറ്റ് കളറിൽ ഇരിക്കണ്ടെന്ന് എഴുതിയിട്ടാണ് ഈ ഒരു ചിക്കൻ മസാല കൂടെ ഇട്ട് കൊടുക്കുന്നത്. ടേസ്റ്റും ഉണ്ടാകും കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നത് വാഷ് ചെയ്ത് എടുത്തിട്ട് അതിലോട്ട് ഞാൻ മഞ്ഞപ്പൊടി അതുപോലെ എല്ലാം ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ തൈര് ഉണ്ടെങ്കിൽ തൈര് കൂടെ ചേർക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയി കിട്ടും ചിക്കൻ. പിന്നെ നാരങ്ങ നീരുണ്ടെങ്കിൽ അതും ചേർക്കും കേട്ടോ. നാരങ്ങ നീരോ തൈരോ ഏതെങ്കിലും ഒന്നായാലും മതി. പക്ഷേ ഇത് രണ്ടും ഇല്ലാതിരുന്നാൽ ചിക്കൻ ഫ്രൈ ഒരു സോഫ്റ്റ്നെസ്സും ഉണ്ടാവില്ല. ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മോന് ചോറിന് കൊടുത്തിടാന്ന് കരുതിയിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ചോറ് റെഡിയായി അതിൽ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ നാരങ്ങയോ തൈരോ ഒക്കെ ഇടുമ്പോൾ നമ്മൾ അധികം എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അങ്ങ് റെഡിയാക്കി എടുക്കാൻ പറ്റും. രാവിലെ പിന്നെ ഒന്നാമത് സമയമില്ല. പിന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ എടുത്ത് വെച്ചിരുന്നാൽ അത് അതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും. രാവിലെ പിന്നെ പെട്ടെന്ന് വേണ്ടേ, അപ്പോൾ നമുക്കതൊന്നും എടുത്ത് വെക്കാനും നേരമില്ല. ഞാൻ ചപ്പാത്തിയും ഒന്ന് റെഡിയാക്കി എടുത്തു. മാമി വന്നപ്പോൾ മാമിക്കുള്ള ചായയും അതുപോലെ മാമിക്ക് പുട്ടാണ് കേട്ടോ. പുട്ടും ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ പപ്പടം ഉണ്ടായിരുന്നു. ഇപ്പോൾ 2, 3 പപ്പടവും കൊണ്ട് റെഡിയാക്കുകയാണ്. അപ്പോൾ ഞാനും മാമിയും മിക്കവാറും ഒരേ ഫുഡാണ് കഴിക്കുന്നത്. മക്കൾക്ക് മിക്കവാറും ദിവസങ്ങളിൽ ചപ്പാത്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് ഏതെങ്കിലും നല്ല കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അവർക്ക് എന്തെങ്കിലും ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ അവർ കഴിച്ചോളും. ഇനി എന്തായാലും ചപ്പാത്തി റെഡിയാക്കിയിട്ട് ബാക്കി കാര്യമെന്ന് വിചാരിച്ച് ഒരു 4, 5 ചപ്പാത്തി പരത്തി എടുത്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. കാരണം മോൻ എപ്പോൾ വേണോ വരുമ്പോൾ പിന്നെ വിശക്കുന്നേന്നും പറഞ്ഞ് വരും. പിന്നെ ടൈമില്ല. പിന്നെ അപ്പം ചപ്പാത്തി പരത്തി എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മോന് വന്നപ്പോൾ അവന് ഫുഡ് കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ആ ബാക്കി ചക്കക്കുരു ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതൊന്ന് ഫുള്ള് റെഡിയാക്കി കൊണ്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് ഇനി അതിനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനിടയ്ക്ക് തന്നെ അവിടെ കുറച്ച് പാത്രം ഇങ്ങനെ സിങ്കിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ട് ചക്കക്കുരു കട്ട് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ. കുറച്ചൊന്ന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളറിയാമല്ലോ ചക്കക്കുരു നമ്മൾ ഇച്ചിരി ഹാർഡാണ്. അപ്പോൾ അത് ഇച്ചിരി സമയം എടുത്ത് അവിടെ നിന്നൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് തോരൻ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ സമയം കളയാതെ ആ ചക്കക്കുരു അങ്ങ് തോരനാക്കാമെന്ന് കരുതി ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് തോരനും കൂടെ ഇട്ട് കൊടുത്തു. കുറച്ച് തോരനല്ല ചക്കക്കുരു കൂടെ ഇട്ട് കൊടുത്തു. ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഉപ്പും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ എന്തായാലും വെന്ത് കിട്ടും. ചക്കക്കുരു അല്ലേ, ഒത്തിരി വേവുണ്ടാവും. അങ്ങനെ
അടുത്ത അടുപ്പിൽ ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ വെച്ചിട്ടില്ലായിരുന്നു, അത് വിട്ടുപോയി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. പിന്നെ ചക്കക്കുരു വെന്ത് വരുമ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് അവിയലിനുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അവിയലും കൂടെ ആക്കാമെന്ന് കരുതി. കുറച്ച് കുറച്ച് വെജിറ്റബിൾസേ ഉള്ളൂ. അപ്പോൾ അതിനെല്ലാം കൂടെ തട്ടിക്കൂട്ടാമെന്ന് കരുതി എടുത്തുകൊണ്ട് വന്നു കേട്ടോ. കുറച്ച് കായും അത്യാവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതിനെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെ ചക്കക്കുരു തോരനുള്ള അരപ്പൊക്കെ ഇട്ട് അതൊന്ന് റെഡിയാക്കി ഇറക്കി വെച്ചു കേട്ടോ. ഇനി എനിക്ക് പുറത്ത് കുറച്ച് പണികളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കിച്ചണിലെ പണികളൊക്കെ പെട്ടെന്നാക്കുന്നത്. വെജിറ്റബിൾസ് കട്ട് ചെയ്തു, അതിനിടയ്ക്ക് അവിയൽ റെഡിയാക്കാൻ വേണ്ടി അത് അടുപ്പത്ത് വെച്ചു. മീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മീൻ കട്ട് ചെയ്തു, മീൻ കറിക്ക് അരച്ചു, അതും അടുപ്പിൽ വെച്ചു. അപ്പോൾ ഒരു 10-10:30 ആകുമ്പോൾ കിച്ചണിലെ പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ വേറെ നമുക്ക് എന്തെങ്കിലും ക്ലീനിങ്ങോ അതുപോലെ വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ ഈ ചക്കക്കുരു തോരൻ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിയിൽ ഇങ്ങനെ നന്നായിട്ട് പിടിക്കും. നമ്മൾ നോൺ സ്റ്റിക്ക് ഉപയോഗിച്ചാൽ വലിയ പ്രശ്നമില്ല, അല്ലാതെ ഏത് പാത്രമായാലും. ഞാനതൊന്ന് ഫസ്റ്റിൽ അത് അടുപ്പത്ത് വെക്കുമ്പോൾ നോൺ സ്റ്റിക്ക് വെക്കാൻ മറന്നു പോയതാണ് കേട്ടോ. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടായിരുന്ന എല്ലാ വേസ്റ്റുകളും എടുത്തു. പൂച്ചയ്ക്ക് കുറച്ച് മീനിൻ്റെ വേസ്റ്റ് കൊടുത്തിട്ട് ബാക്കി എല്ലാം കൂടെ കോഴിക്കുട്ടന്മാർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അവരെന്നെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രാവിലെ കുറച്ച് ഫുഡ് കൊടുത്തായിരുന്നു, എന്നാലും ഈ ഒരുപാട് ഈ വെജിറ്റബിളിൻ്റെ വേസ്റ്റും അതുപോലെ മീനിൻ്റെ വേസ്റ്റും ഒക്കെ ഉള്ളപ്പോൾ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അപ്പോൾ എനിക്ക് 2 മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ശേഷം നോക്കിയിട്ടില്ലായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്ന 2 മുട്ടയാണ് കേട്ടോ. മുട്ട എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ വരാന്തയൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ച് വാരി എടുത്തു കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അടിച്ച് വാരി. പിന്നെ എനിക്കുണ്ടായിരുന്ന പണികളെന്ന് വെച്ചാൽ ഞാൻ ഗോതമ്പും അതുപോലെ മല്ലിയും വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മല്ലിയൊക്കെ എന്തായാലും ഒന്ന് നന്നായിട്ട് കഴുകി ഉണക്കി എടുക്കണമല്ലോ. കഴുകി ഉണക്കി അതുപോലെ ചൂടാക്കിയിട്ടാണ് ഞാൻ മില്ലിൽ കൊണ്ട് പൊടിപ്പിക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് അത് കഴുകി കൊണ്ടുവന്നു. അതൊന്ന് ജസ്റ്റ് ഡ്രൈ ആവാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് ഗോതമ്പാണ് കേട്ടോ. 5 കിലോ ഗോതമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നല്ല ചവറും അതുപോലെ മണ്ണും കല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇതുപോലെ ഞാൻ കൊണ്ടുപോയി ഒന്ന് റെഡിയാക്കി വൃത്തിയാക്കി എടുക്കുകയാണേ. അപ്പോൾ അതൊന്ന് ഗോതമ്പ് വൃത്തിയാക്കുമ്പോൾ കോഴിക്കുട്ടന്മാരെ ഒന്ന് തുറന്നിട്ട് കൊടുക്കുമ്പോൾ അവരതിൻ്റെ വേസ്റ്റൊക്കെ അപ്പം തന്നെ കഴിച്ചിട്ട് പൊയ്ക്കോളും. അപ്പോൾ എന്നെ ഇവിടെ ഗോതമ്പ് വൃത്തിയാക്കാൻ സമ്മതിക്കാതെ അവർ കൂടെ വന്ന് നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴുകി കൊണ്ടുവന്ന് ഞാനൊന്ന് വെയിലത്തിട്ടു കേട്ടോ. നല്ല വെയിൽ കണ്ടിട്ടാണ് ഇതൊക്കെ റെഡിയാക്കിയത്. ഗോതമ്പ് ഞാൻ അതിനുവേണ്ടി ഒരു ബെഡ്ഷീറ്റ് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, ഗോതമ്പ് ഇങ്ങനെ ഉണക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ന്യൂസ് പേപ്പറിലൊന്നും ഇടാൻ പറ്റില്ലല്ലോ, നനഞ്ഞ ഗോതമ്പ് കൊണ്ടുവന്നിട്ട്. അതുകൊണ്ട് ഇങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി ഒന്ന് വെയിലത്തിട്ട ശേഷം എനിക്ക് അത്യാവശ്യമായിട്ട് പോത്തങ്കോട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. പോസ്റ്റ് ഓഫീസിലൊന്ന് പോകണമായിരുന്നു. അത് മോനൊരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ATM കാർഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അതിന് പോവുകയാണേ. ഞാൻ എന്തായാലും നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഗോതമ്പും മല്ലിയൊക്കെ ഉണക്കാനിട്ടിട്ടുണ്ടേ. അപ്പോൾ വെയിൽ പോയി, ഇതേ മങ്ങി വെയിൽ പോയി, ഇങ്ങനെ മഴക്കാറ് പോലെ ചെറുതായിട്ടുണ്ട്. ഞാനിവിടെ ഒരാളുടെ കാവലിലാക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, പ്രാവ് വന്നപ്പോൾ നേരത്തെ പ്രാവ് വന്നപ്പോൾ അവൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാക്ക അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ഇങ്ങോട്ട് വരില്ല. ഓടിക്കണേ ഡി, കാക്ക വന്നോണ്ടേ, ഓടിച്ച് ഡി. ഇതാ കാക്ക വന്ന് ഓടിക്ക്. ഇവിടെ നിന്ന് വിളിച്ചാൽ പോരാ, അവന് ഓടിക്കേ. എന്തായാലും ഇവളെ വിശ്വസിച്ച് ഞാൻ ഗോതമ്പും മല്ലിയൊക്കെ ഇവിടെ ഇട്ടിട്ട് ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പോത്തൻകുടൂർ പോകണം. ഒരു 5 മിനിറ്റ് വന്നാൽ പെട്ടെന്ന് വരും കേട്ടോ. ഇന്ന് വെച്ചാലുള്ള വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. വീണ്ടും കാണാം നാളെ മറ്റൊരു വീഡിയോ ആയിട്ടൊക്കെ. ബൈ. താങ്ക് യു ഫോർ ഓൾ.